നമ്മളിപ്പോൾ കേരളത്തിലെ CBSE അതുപോലെ SLC +2 എക്സാമിനേഷൻ്റെ ഒക്കെ റിസൾട്ട് വരുന്നൊരു സമയമാണ്. പണ്ടൊക്കെ പരീക്ഷ വരുമ്പോൾ പരീക്ഷയ്ക്ക് മുമ്പ് കുട്ടികൾക്കും ഭയങ്കര പരീക്ഷ ഭയമായിരുന്നെങ്കിൽ ഇപ്പോൾ പരീക്ഷ റിസൾട്ട് വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നാട്ടുകാരും അതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും അധ്യാപകരും എല്ലാവരും ഈ നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഫുൾ A+ ആണെന്നാണ്. ആക്ച്വലി ഈ ചോദ്യം എല്ലാവർക്കും ഫുൾ A+ എന്താണെങ്കിലും കിട്ടില്ല. അപ്പോൾ നന്നായി പഠിക്കുന്ന മിടുക്കരായ കുട്ടികൾക്ക് വരെ ചിലപ്പോൾ B+, Aയോ ഒക്കെ വരാം. ആക്ച്വലി ഫുൾ A+ കിട്ടിയവർ ജീവിതത്തിൽ വിജയിക്കുന്നുണ്ടോ? അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. കാരണം ഫുൾ A+ കിട്ടിയാലും അവർ ഏത് സ്ട്രീമിലാണ് മുന്നോട്ട് പോകുന്നത്, അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, അവരുടെ ലൈഫ് സ്കിൽസ് എവിടെയാണ്, അങ്ങനെ അവരുടെ അഭിരുചി കണ്ടെത്തി അവർ കൊമേഴ്സ് ആണോ, അവർ എക്കണോമിക്സ് ആണോ, ഫിസിക്സ് ആണോ, കെമിസ്ട്രി ആണോ, CA ആണോ, സിവിൽ സർവീസ് ആണോ, ഡോക്ടറാണോ, എഞ്ചിനീയർ ആണോ, ടീച്ചറാണോ എന്നുള്ള രീതിയിൽ അവരുടെ അഭിരുചിക്ക് അനുസരണമായി അവർ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് അവർ ജീവിതത്തിൽ വിജയിക്കുന്നത്. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ A+ കിട്ടാത്തതിൻ്റെ നിരാശയിൽ പലപ്പോഴും നമ്മുടെ കൊഗ്നേറ്റീവ് ബ്രെയിൻ, ഭൗതിക മസ്തിഷ്കം, അതിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പേരൻസും ടീച്ചേഴ്സും ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും A+ കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു B+ ആയിപ്പോയി എന്ന് പറഞ്ഞ് ആ കുട്ടി അപകർഷതാബോധത്തിലേക്കും ആത്മഹത്യാ പ്രവണതയിലേക്കും പോകാതെ അവൻ്റെ സ്ട്രീം ഏതാണെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ നേരിടാൻ ഉതകുന്ന രീതിയിൽ അവൻ ഇമോഷണലി ഫിറ്റ് ആവുക. ഇമോഷണൽ കോഷ്യൻ്റ് ഇൻ്റലിജൻറ്റ് കോഷ്യനേക്കാളും വലുതാണ് ജീവിത വിജയത്തിന് എന്ന് നമ്മൾ അവരെ മനസ്സിലാക്കി ബ്രോട്ടപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമ്മൾ മാതാപിതാക്കളും പാരൻസ് ടീച്ചേഴ്സും സമൂഹവും ഒന്നടങ്കം ചെയ്യേണ്ടത്. താങ്ക് യു.